അച്ഛൻ്റെ തോളിൽ ചാഞ്ഞ് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വരുന്ന ഒരു 13 വയസ്സുകാരിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. ഈ 2 ദിവസം മുന്നേ വരെ ഒരു അനുയോജ്യമായ ഹൃദയവും കാത്ത് ആയിരുന്നു ആവണി ഉണ്ടായിരുന്നത്. ഈ കൊല്ലത്ത് നിന്ന് വന്ദേ ഭാരതിൽ കൊച്ചിയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഇവരുടെ ചിത്രമെല്ലാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞത്. അതിനുശേഷം പുതിയ ഹൃദയം ആവണിയിൽ സ്പന്ദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആവണിയുടെ അച്ഛനും അമ്മയുമാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഈ കൊല്ലത്ത് നിന്ന് വന്ദേ ഭാരതിൽ ഇങ്ങോട്ടേക്കുള്ള ഒരു യാത്ര അത് എത്രത്തോളം പ്രതീക്ഷ നിറഞ്ഞത്? നമുക്ക് നല്ല പെട്ടെന്ന് വരാനുള്ള കിട്ടും. നമുക്കറിയാം ഹെലികോപ്റ്റർ വരാം, താമസിക്കും എന്നുകൊണ്ടാണ് നമ്മൾ രാജു സാറൊക്കെ നമുക്ക് ഹെലികോപ്റ്റർ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത്രയും താമസം വരേണ്ട. വന്ദേ ഭാരതിനും പെട്ടെന്ന് വന്ന് കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് വന്ദേ ഭാരതി നമ്മൾ വന്നത്. അവിടെ തന്നെ നമുക്ക് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ഓഫീസർ, പോലീസ് സെക്യൂരിറ്റി എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട്, മന്ത്രി റിയാസ് സാർ, അവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചാണ് നമ്മൾ വന്ദേ ഭാരതി ഇവിടെ വന്നത്. MP മുഖേനയാണ് നമുക്ക് വന്ദേ ഭാരതി ടിക്കറ്റ് റെഡിയാക്കി തന്നതും എല്ലാ സർക്കാർ അവരോട് നമുക്ക് ഒരുപാട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു സർക്കാരിനോട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ മോളെയും ചുമലിലെടുത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ എല്ലാവരും ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ കുറേ നാളിപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കാത്തിരിപ്പായിരിക്കും ഈ ഒരു നിമിഷത്തിൽ ഉണ്ടായിരിക്കുക. ഇപ്പം ഇത്രത്തോളം നിങ്ങൾ വന്നിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പൂർണ്ണമായും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? നമ്മളടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ അങ്ങനെ നമുക്ക് പ്രതീക്ഷയുള്ളൂ, ഇവർക്ക് ഒരു പ്രതീക്ഷയുള്ളൂ, ഹോസ്പിറ്റലുകാർക്ക് ഒരു പ്രതീക്ഷയുള്ളൂ. പിന്നെ എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ വന്നിട്ട് പിന്നെ തിരിച്ച് പോയവരുമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്നിട്ടും നമുക്ക് കൈവിടത്തില്ല, ദൈവം നമ്മളെ കൈവിടത്തില്ല. നമ്മുടെ കൊച്ചിൻ്റെ കൂടെ ദൈവമുണ്ട്, നമുക്ക് എല്ലാവരും നമ്മളോട് ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസമില്ല. അവിടെ നിന്ന് വരുന്നു, ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഇവിടെ അഡ്മിറ്റ് ആയിട്ടും നമുക്കൊരു വിശ്വാസമില്ലായിരുന്നു. ഇവരിവിടെ പോയി ഇതിൻ്റെ കാര്യം നോക്കി പിന്നെ ഇത് അടുത്ത ഡോളറിൻ്റെ അകത്ത് നോക്കിയിട്ട് വന്നിട്ടാണ് നമുക്കൊരു വിശ്വാസം വന്നത്. അത് കറക്റ്റായിരുന്നു. ഇപ്പം നല്ല ഇതായിട്ട് കിടക്കും, നല്ല ഓപ്പറേഷൻ കഴിഞ്ഞ് നല്ല ഇതായി ഇരിക്കുന്നു. മോൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആശങ്കയോ അങ്ങനെ എന്തെങ്കിലും അവൾ വിഷമങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? മോൾക്ക് അസുഖം വന്നപ്പോഴത്തേനും മോൾക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല എന്നുള്ളൊരു വിഷമം മോൾക്കുണ്ടായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കളിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്ത കുഞ്ഞിന് ആദ്യമൊക്കെ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മോള് തന്നെ അവക്കടെ മനസ്സിനെ പാകപ്പെടുത്തി, എനിക്ക് ഈ അസുഖം വന്നിട്ടാണല്ലോ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത് എന്നുള്ളൊരു അവൾ തന്നെ അവക്കടെ മനസ്സിനെ, എനിക്ക് അസുഖം സർജറി കഴിയുമ്പോൾ ഞാൻ പഴയ പോലെ ആവും, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റും, കുഞ്ഞുങ്ങളുടെ കളിക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ അവക്കടെ മനസ്സിൽ നമ്മളായിട്ട് തന്നെയും, പിന്നെ കുഞ്ഞിൻ്റെ മനോബലം, അവക്കടെ ധൈര്യവും, അവളാണ് നമുക്ക് എനിക്കൊന്നും ഇല്ലമ്മ, എനിക്ക് സർജറി കഴിയുമ്പോൾ ഞാൻ സുഖപ്പെടുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ. ഈ 3 വർഷക്കാലത്തോളം എൻ്റെ കുഞ്ഞ് വീട്ടിനകത്ത് തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ, ഞങ്ങളുടെ വീട്ടിൽ എങ്ങും പോവാതെയും ഒരു ഫംഗ്ഷന് പോവാതെയും ഒരിടത്തും നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പോകാതെ ഇൻഫെക്ഷൻ ഒന്നും അടിക്കാതെ നമ്മൾ അത്രത്തോളം നമ്മൾ കുഞ്ഞും അതേ കണക്ക് ഞങ്ങളും അതേ കണക്ക് കെയർ ചെയ്താണ് നമ്മളെ കുഞ്ഞിനെ ഇത്രത്തോളം ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. ശബരി ഡോക്ടറെയാണ് നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കാണിച്ച് ഡോക്ടർ ECG എടുത്തപ്പോഴാണ് പറഞ്ഞത്, ചെറിയ എന്തെങ്കിലും എനിക്കൊരു ഡൗട്ട് പോലെ നമുക്ക് മെഷീനിലേക്ക് ഞങ്ങൾ കുറിച്ച് അവിടെ പോയി എക്കോയും ECG എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ ഈ ഡോക്ടർ തന്നെ വിളിച്ച് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി എക്കോ ECG എടുത്ത്. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് വാൾവ് 73% ചുരുങ്ങിപ്പോയി, അതുകൊണ്ട് ഇവിടെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഇല്ല, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ റിപ്പോർട്ടും കൊണ്ട് ശബരിഗിരി ഹോസ്പിറ്റലിൽ വരികയും ഡോക്ടറാണ് നമുക്ക് ശ്രീചിത്രയ്ക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്നത്. ശ്രീചിത്രയെ കൊണ്ട് ചെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് ഈ എക്കോയും ECG, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞ് ഡോക്ടേഴ്സ് മീറ്റിംഗ് കൂട്ടിയിട്ട് ഞങ്ങൾ പറയാം. അങ്ങനെ മീറ്റിംഗ് കൂട്ടിയിട്ട് 3ൻ്റെ അന്ന് അവർ വിളിച്ച് ഇവിടെ വരണം, മോളെ കൊണ്ടുവരണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോഴും പറഞ്ഞ ട്രാൻസ്പ്ലാന്റേ ഉള്ളൂ. അപ്പോഴും ഞാൻ ഈ ന്യൂസ് ഇട്ട് ശ്രീകാന്തിൻ്റെ മോനെയാണ് ഞാൻ വിളിക്കുന്നത്. മോനെ ഇതേ കണക്ക് കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ശ്രീചിത്രയെ കൊണ്ട്, നമുക്ക് അവനെപ്പറ്റി അവിടെ ഒന്നും ആരെയും അറിയില്ല. അപ്പോഴും അതിനൊന്നും ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ചേച്ചി അങ്ങ് ചെന്നാൽ മതി, ഞാനതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ശ്രീചിത്രയെ കൊണ്ടുപോകുന്നത്. മോന് ഇതിനകത്ത് വലിയൊരു പിന്നെ ലിസി വരാനും പിന്നെ നമുക്ക് കാരണം 24-ല് ശ്രീകാന്താണ് കാരണം. പിന്നെ അങ്ങനെ നമ്മൾ ശ്രീചിത്രയിൽ ഇവിടെ വന്ന് 5 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഡോക്ടേഴ്സ് എല്ലാം കുഞ്ഞിനെ ഒന്നും കൂടെ എല്ലാ ടെസ്റ്റുകളെല്ലാം നടത്തി പറഞ്ഞ് ട്രാൻസ്പ്ലാന്റേ ഉള്ളൂ. അപ്പോഴും നമ്മളെ കൊണ്ട് ആ സർജറി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു വഴി ഞങ്ങളുടെ
മുമ്പിലില്ല. കാരണം നമ്മൾ 3 സെൻറ്റ് വസ്തു ഒരു വീടും ഉണ്ടായിരുന്നു. അപ്പോഴീ കുഞ്ഞിന് ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടേ കണ്ടിന്യൂസ് ആയിട്ട് പനിയും കാര്യങ്ങളും വന്ന് ഞങ്ങൾ ലാസ്റ്റ് വീട് വിറ്റ് ഞങ്ങൾ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയമുണ്ട്. ചേട്ടന് എന്തായിരുന്നു? എനിക്ക് മീൻ കച്ചവടം, ലോഡിങ്ങും ഉണ്ട്. ഉം. ചികിത്സക്കുള്ള പണമൊക്കെ എങ്ങനെ? പണം നമുക്ക് നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഗൾഫിലുള്ളവരും എല്ലാവരും നമ്മുടെ പള്ളിയിലുള്ളവരും എല്ലാ ജനങ്ങളും നമുക്ക് വേണ്ടി എല്ലാവരും നമുക്ക് വേണ്ടി ഒരേ സംഘടനകൾ ഓരോരുത്തർ ബിരിയാണി ചലഞ്ചും ഓരോ ചെയ്ത് നമുക്ക് പൈസകൾ വരുത്തി തന്നെല്ലാം ചെയ്തു. നമ്മുടെ മോളെ കണ്ടോ ഇപ്പോൾ? ഞങ്ങൾ കണ്ടു. എങ്ങനെയുണ്ട് ഇപ്പോൾ? സുഖമായിട്ടിരിക്കുന്നു. ഭക്ഷണം ഇന്നലെ വെള്ളമൊക്കെ കുടിച്ച് ഇന്നലെ ഒരു ഇച്ചിരി ബെന്നൊക്കെ തിന്ന്, ഇന്നും അതേപോലെ തന്നെ ഇച്ചിരി വെള്ളവും ബെന്നൊക്കെ കഴിച്ച്. നമ്മുടെ കൂടെ നിന്ന് രാജശേഖരൻ എന്ന് പറയുന്ന അണ്ണനാണ് നമുക്ക് വേണ്ടി നിന്നത്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് ഹസീന മനാവ് എല്ലാവരും നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് വേണ്ടി നിന്ന് അവരൊരു ഗ്രൂപ്പായിട്ട് നിന്നായിട്ടാണ് നമുക്ക് ഇത്രയും പൈസ വെച്ച് തരാനും. ഹസീന മനാവ്, പ്രമോദ്, രാജശേഖരൻ ഇവരെല്ലാവരും നമുക്ക് വേണ്ടി എല്ലാവരും നിന്നു. ഇവിടുന്ന് ലെറ്റർ തരുമ്പോൾ നമ്മൾക്ക് നമ്മൾ ആരോടും നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് ആരിരിക്കുന്നു. നമ്മൾ ഇപ്പം എന്നോട് ഭർത്താവ്, എനിക്കൊരച്ഛനില്ല, എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ചേച്ചിയുണ്ട്. അപ്പം നമുക്കിതിനെ ഇറങ്ങിത്തിരിക്കാനായിട്ടും ആരുമില്ല. നമ്മൾ ആരുടെയും മുമ്പിൽ ചെന്നാൽ നമുക്ക് ഈ വിചാരിക്കുന്ന തുക നമുക്ക് കിട്ടുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ ഇവിടുന്ന് നമുക്ക് പേപ്പർ തരുന്നത്. ആ പേപ്പറും കൊണ്ട് ചെല്ലുന്ന രാജശേഖരൻ എൻ്റെ അടുത്ത്. കാരണം അണ്ണൻ പറഞ്ഞ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ച് നമുക്കിത് എന്തുവാന്നുള്ളത് നോക്കാം. അങ്ങനെ അയൽവാസിയാണ്. ആ അണ്ണൻ മുഖേനയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോയി കാണുന്നതും. അവരെല്ലാവരും കൂടെ ഒത്തൊരുമയോടെ നിന്ന് കരുണയെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയും മോക്കയുടെ പേരിൽ ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി നമ്മുടെ ആ പ്രദേശങ്ങളിൽ, നമ്മളെ കരുവനാട്, കുട്ടനാട്, പനച്ചുവിള, അങ്ങനെ പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ, ഓട്ടോ ഡ്രൈവേഴ്സ്, ബസ്സുകാർ എല്ലാം അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞങ്ങൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് നമുക്ക് ഈ തുക അവർ സംഘടിപ്പിച്ച് തന്നത്. ഈ ഹൃദയം നൽകിയത് ബിൽജിത്താണല്ലോ. അപ്പോൾ ബിൽജിത്തിന്റെ കുടുംബത്തോട് എന്താ പറയാൻ? ബെൽജിയത്തിൻ്റെ കുടുംബത്തിനും ആ കുടുംബക്കാർക്കും ഒരു മകൻ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഒരമ്മമാർക്ക് നമുക്കറിയാൻ പറ്റും. ആ കുടുംബാംഗങ്ങൾക്ക് ഈ ഒരു ദാനം ചെയ്യാൻ കാണിച്ച മനസ്സിന് നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു. ആ വീട്ടുകാരുടെ വിഷമവും കാര്യങ്ങളും, അവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നു. എന്തെങ്കിലും ആവണിയുമായിട്ട് ബിൽജിത്തിന്റെ വീട്ടിൽ കാണാൻ പോകണം. മോൾക്ക് ഇപ്പോഴും നമ്മൾ അറിയില്ല ഇന്ന ആളെ തന്നത് എന്നും നമ്മൾ കുഞ്ഞിനോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ചോദിക്കുകയും ചെയ്യുന്നു, അങ്ങനെ എനിക്ക് തന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് മോൾക്ക് ഒരു സൈഡല്ലി ഒരു ഇതല്ലേ ഉള്ളത്. അപ്പം മോള് ജീവിച്ചില്ലേ, അതുകൊണ്ട് പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ നമ്മൾ പറഞ്ഞു. അത് അറിയുന്ന സമയത്ത് അറിയിട്ട് നമ്മൾ പോവും. നമ്മൾ ആ കുടുംബത്തോടും ഇപ്പം അറിയണ്ട, അതാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നീട് പോവും തീർച്ചയായും പോവും. അത് നമ്മൾ പോകാതിരിക്കാൻ മോളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പിന്നെ അവക്കടെ മനസ്സിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്, മോളെ എങ്ങനെ ഒന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം മോളോട് എന്തായാലും നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. ഞങ്ങൾ പോവും, ഞങ്ങൾ കാണണം, ആഗ്രഹമുണ്ട്, പോകണം. അപ്പം കേരളത്തിൽ ഇനിയും അവയവദാനം കൂട്ടണം എന്നതിനെ കുറിച്ചിട്ട് എന്താ? അവയവദാനം കൂട്ടണം. ഇതേപോലെ ഒരുപാടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ അനുഭവിച്ച കണക്ക് ഇതേപോലെ എത്ര പേര് അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് വന്നു കഴിഞ്ഞാൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു. 3 വർഷക്കാലമായിട്ട് ഞങ്ങൾ കണ്ണീരോടെ കഴിഞ്ഞ ദിവസങ്ങൾ ഈ 3 വർഷവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം കുഞ്ഞിന് എപ്പോഴാണ് എന്തോ സംഭവിക്കുന്നതെന്ന്, എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ആദിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ 3 വർഷവും ജീവിച്ചു വന്നത്, മോളായാലും ഞങ്ങളായാലും. ഏതായാലും ആവണിക്കൊരു പുതുജീവൻ ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇനിയും അവയവദാനം കൂട്ടണം എന്ന് തന്നെയാണ് ഈ മാതാപിതാക്കൾക്കും പറയാനുള്ളത്. കാരണം അവരുടെ ഒരു പ്രതീക്ഷ ഇന്ന് സഫലമായതും ഇത്തരത്തിലൂടെയാണ്. ക്യാമറമാൻ സജിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.